കോഴിക്കോട് കൊടിയത്തൂരിൽ വിദ്യാർത്ഥിക്ക് കുറുനരിയുടെ കടിയേറ്റു. കിഴുപറമ്പ് സ്വദേശി മാട്ടത്തൊടി നിസാമിന്റെ മകൻ ജസ്മലിനെയാണ് കുറുനരി ആക്രമിച്ചത്. KV രാഹുൽ വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, എപ്പോഴാണ് ഈ കുറുനരിയുടെ ആക്രമണം ഉണ്ടായത്? ഉച്ചയോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. കുട്ടി സമീപത്ത് തന്നെയുള്ള പള്ളിയിൽ പോയിരുന്നു നിസ്കരിക്കാൻ. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്താണ് കുറുനരി ആക്രമിച്ചത്. അതായത് തെരുവുനായ ആക്രമണമൊക്കെ നമ്മുടെ നാട്ടിൽ പതിവായി നടക്കുന്നുണ്ട്. അതുപോലെ ഒരു കുറുനരി സമാന രീതിയിൽ ആക്രമിക്കുകയായിരുന്നു. ഓടി വന്ന കുട്ടിയുടെ 12 വയസ്സുകാരനാണ്. കുട്ടിയുടെ കാലിൽ കടിക്കുകയായിരുന്നു. ആഴത്തിലുള്ള മുറിവ് കാലിൽ ഏറ്റിട്ടുണ്ട്. ഉടൻ തന്നെ നാട്ടുകാർ ഓടിക്കൂടി കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നത്. പ്രതിരോധ കുത്തിവയ്പ്പ് അടക്കം എടുത്തിട്ടുണ്ട്. അതായത് കാലിൽ ആഴത്തിലുള്ള മുറിവ് തന്നെ ഏറ്റിട്ടുണ്ട്. ഈ സമീപത്ത് തന്നെയായി കുറ്റിക്കാടും അതുപോലെ ഒഴിഞ്ഞ പ്രദേശവും ഉണ്ട്. അവിടെയാണ് കുറുനരി ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. കാരണം ഇതുപോലെ ഒരു കുറുനരി ആക്രമിച്ചു തുടങ്ങുക എന്നതുകൊണ്ട് തന്നെ വലിയ ആശങ്ക നാട്ടുകാർ അവിടെ പ്രദേശവാസികൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കുറുക്കൻ എന്നാണ് പൊതുവെ പറയാറുള്ളതെങ്കിൽ കുറുനരി എന്നാണ് ഇതിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത്. നായയുമായി സാമ്യമുള്ള ജീവി തന്നെയാണ്. കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ